السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഖുർആൻ കോർണർ എന്ന ഈ ചാനലിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനവുമായി റിലേറ്റഡായ വ്യത്യസ്ത ഭാഗങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിലൊന്നാണ് ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ്. ഒരു പേജ് പാരായണം ചെയ്യുന്നു, അതിലെ ഏതെങ്കിലും ഒരു ആയത്തിനെ അതിൻ്റെ തജ്വീദ് ഹുക്മുകളെല്ലാം സവിസ്തരം പ്രതിപാദിച്ച് കൂടെ പാരായണം ചെയ്യാനുള്ള അവസരം നൽകുന്നു. അതേപോലെ ആ പേജിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ് എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ഒരു പേജ് എന്നത് അവസാന സന്ദർഭങ്ങളിലേക്ക് വന്നപ്പോൾ ചെറിയ അധ്യായങ്ങൾ, 1-2 പേജിലടങ്ങുന്ന അധ്യായങ്ങളായി വന്ന സമയത്ത് നമ്മൾ ഒരു അധ്യായം മുഴുവനായി പാരായണം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയത്തും ആ അധ്യായത്തിലെ കണ്ടന്റ് എന്താണ് എന്നും വിശദീകരിക്കുകയാണ് ഉണ്ടായത്. അത് പഠനത്തിന് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പരമാവധി ആവർത്തിച്ച് കേൾക്കുവാനും വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുവാനും ഉപയോഗപ്പെടുത്തണം. അതേപോലെ ഒരു ആയത്ത് മാത്രമാണ്, ഒരു വിഷയം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നത്. എങ്കിലും ബാക്കി ഭാഗങ്ങളും മറ്റു വചനങ്ങളും നിങ്ങൾ അർത്ഥസഹിതം ഒരാവർത്തിയെങ്കിലും വായിച്ച് ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ് എന്നത് പൂർണ്ണമായും സാധ്യമാക്കിയെടുക്കുവാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാകണം. രണ്ടാമതൊരു കാര്യം, ഹദിയ എന്ന പേരിൽ നമ്മൾ കുട്ടികൾക്ക് വായിച്ചു പഠിക്കാൻ സൗകര്യമാകുന്ന വിധത്തിലെ ചെറിയ സൂറത്തുകൾ, അത് വളരെ കുറച്ച് മാത്രമേ അതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇനിയും ചെറിയ അധ്യായങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഹദിയയായി നൽകും. അതും കുട്ടികളെ കേൾപ്പിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ദുആകളായിരുന്നു. നമസ്കാരത്തിലെ ഓരോ ചലനങ്ങളിലും സുജൂദ് റുകൂഉകളിലുള്ള പ്രാർത്ഥനകൾ, അതേപോലെ മറ്റ് ദുആകൾ, നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പോലെ പ്രഭാത പ്രദോഷങ്ങളിലെ ദുആ, അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ എന്നിങ്ങനെ ചില പ്രധാനപ്പെട്ട ദിക്റുകൾ, ദുആകൾ, അവയുടെ ആശയതലങ്ങള്, അതിൻ്റെ പ്രാധാന്യങ്ങൾ ഇത് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അൽ അദ്ഇയ. അങ്ങനെ പറഞ്ഞ് നമ്മൾ വന്നിരുന്നു. പിന്നെ ചിലതൊക്കെ നമ്മൾ ചില സ്പീച്ചിലെ പ്രധാന ഭാഗങ്ങൾ അങ്ങനെയും നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ അഹ്കാമു തജ്വീദ്, തജ്വീദിന്റെ ചില പാഠങ്ങൾ, ചില ചാപ്റ്റേഴ്സ് നമ്മൾ തജ്വീദിന്റെ ഹുക്മുകളുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഭാഗങ്ങൾ നൽകിയിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഒരു പുതിയ കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങളെ ഈ വിധം അറിയിക്കുകയാണ്. അഹ്കാമു തജ്വീദ് പഠിക്കുന്ന പഠിതാക്കളുണ്ടാവും, പ്രത്യേകമായി പഠിക്കുന്നവര്. അവർക്കാണ് അത് കൂടുതലായി സഹായകമാവുക എന്ന് തോന്നുന്നു. അഥവാ ത്വരീഖത്തു തഹജ്ജിയാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് തഹജ്ജി മീൻസ് ഒരു പദം. ഇപ്പോ ഹുവ എന്ന പദം, അതിന്റെ ആദ്യാക്ഷരം ഹ നമ്മൾ എടുത്ത് പറയുന്നു. അതിന്റെ ഹറക്കത്ത് ഏതാണ്, അഥവാ ഫേസ് എന്താണ്? ഹ ദമ്മ ഹു. പിന്നെ അടുത്ത അക്ഷരം വാവ്, വാവ് അതിന്റെ ഫേസ് ഫത്ഹ, വാവ് ഫത്ഹ വ ഹുവ. പിന്നെ അല്ലാഹു, അല്ലാഹു എന്ന പദത്തിന്റെ നാമം പറയുന്നു, ഇസ്മുൽ ജലാല. എന്നിട്ട് ഹുവ അല്ലാഹു. അങ്ങനെ ഓരോ പദത്തിലെയും അക്ഷരങ്ങളെ വേർതിരിച്ചെടുത്ത് പെറുക്കിയെടുത്ത് അതിന്റെ പേരും അത് എവിടെ നിന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു എന്നും, അതേപോലെ അതിൻ്റെ സിഫത്തുകൾ എന്തെങ്കിലും പ്രത്യേകമായി എടുത്തു പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ്, അതിൻ്റെ ഹറക്കത്തുകൾ, അതിൻ്റെ സുക്കൂനും അടുത്ത അക്ഷരവും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന താളവ്യത്യാസങ്ങൾ,
താരസങ്ങള്, ഇവയെല്ലാം അതിന്റെ മദ്ദിന്റെ ഹുക്മുകള്, ഉന്നയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ജായിസ്, വാജിബ്, ലാസിമ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഹുക്മുകള്, ഇതെല്ലാം ചേർത്ത് പറഞ്ഞുകൊണ്ട് വായിക്കുന്ന രീതിക്കാണ് തഹജ്ജി എന്ന് പറയുക. ആ ഒരു മെത്തേഡ് കൂടെ നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകം ഒന്നുകൂടി പറയട്ടെ, ഖുർആനിനെ അതിന്റെ തജ്വീദ് ഹുക്മുകൾ വ്യവസ്ഥാപിതമായി പഠിക്കുന്ന, സ്പെഷ്യലായി പഠിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അള്ളാഹു അത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. TTQ പഠിതാക്കളും അതുപോലെ തജ്വീദ് പഠിക്കുന്നവരും ഈ ഒരു തഹജ്ജി എന്ന നമ്മുടെ ഡോറിലൂടെ ആ ഒരു ഭാഗം പ്രത്യേകമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരായ നോമ്പുകാരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 25-ാം അധ്യായം സൂറ അൽ ഫുർഖാൻ, 1-ാമത്തെ വചനം. തഹജ്ജി ചെയ്യാം, പാരായണം ചെയ്ത് പരിശീലിക്കാം. അക്ഷരസ്ഫുടതയോടുകൂടെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട്, ഹുക്മുകള് മനസ്സിലാക്കിക്കൊണ്ട്, ആശയബോധ്യത്തോടുകൂടെ പാരായണം ചെയ്ത് പരിശീലിക്കാം. 1-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. تاء فتحة باء فتحة ألف مطبي حركتان باء تبا راء فتحة مفخمة را تبارا كاف فتحة ك تبارك. حمزة وصل تسقط وصلا نبدأ بها لام شدة فتحة ألا ذال كسرى ياء مطبي حركتان ذي الذي. تبارك الذي نون فتحانا زاي شدة فتحة نز لام فتحة لا نزل. تبارك الذي نزل. حمزة وصل تسقط وصلا نبدأ بها لام قمرية ملحرة الفاء ضمة فو الف راء سكون فر الفر. قاف فتحة مفخمة ألف مد مفخمة مد طبيعي حركتان قا الفرقا. نون فتحانا الفرقان. تبارك الذي نزل الفرقان. عين فتحة لام فتحة ألف لينة مطبي حركتان لا على. تبارك الذي نزل الفرقان على. عين فتحة باء ساكنة مقلقلة عب دال كسرة دي عبدي هاء كسرة ياء مد صلة صورة حركتان هي عبده على عبده. لام كسرة لي ياء فتحة يا كاف ضمة واو مطبي حركتان كو يكو. نون فتحانا يكون ليكون. تبارك الذي نزل الفرقان على عبده ليكون. لام كسرة لي لام ساكنة مظهرة لل. യഥാർത്ഥത്തിൽ ആ ലാമ് അൽ എന്ന ലാമു താരീഫാണ്. ലാം ഖമരിയ മുൽഹറ എന്ന് തഹജ്ജി ചെയ്താലും വിരോധമില്ല. പക്ഷേ പ്രാരംഭഘട്ടത്തിൽ നിങ്ങൾക്ക് ലാം ഖമരിയ മനസ്സിലാകണമെങ്കിൽ ഹംസത്ത് വസ്ലിനെ കൂടെ കാണേണ്ടതുണ്ടാകും. ഉദാഹരണത്തിന് അൽ ഫുർഖാന എന്നുള്ളിടത്ത് വന്നതുപോലെ തന്നെയാണ് ഇവിടെ അൽ എന്നതിന്റെ മുമ്പിൽ ഒരു ലി ചേർക്കുമ്പോൾ സാധാരണഗതിയിൽ ഹംസത്ത് വസ്ൽ കളയപ്പെടും. അങ്ങനെ കളയപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ പ്രാരംഭക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല.
അപ്പൊ നമ്മൾ ലാം സാക്കിന എന്ന് പറയും, വിരോധമല്ല. ലാം സുക്കൂൻ അല്ലെങ്കിൽ ലാം സാക്കിന മുൽഹർ എന്ന് പറഞ്ഞാൽ വിരോധമല്ല. നേരെ മറിച്ച് ലിയകൂന കഴിഞ്ഞിട്ട് ലാം കസ്റ ലി, ലാം ഖമരിയ മുൽഹറ ലിൽ. പിന്നെ ഹംസത്ത് വസ്ല് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പറയണ്ട. ഐൻ ഫത്ഹ അലിഫ് മദ് ബി ഹറകതാൻ ആ, ലാം ഫത്ഹ ല ആല, മീം കസ്റ യാ മദ് ബി ഹറകതാൻ മീ ആലമി, നൂൻ ഫത്ഹ ന ആലമീന ലിൽ ആലമീന, ലിയകൂന ലിൽ ആലമീന, നൂൻ ഫത്ഹ ന ذال كسرى يا مطبي حركتان ذي نذي، راء فتحة مفخمة ألف مد عوض حركتان عند الوقف را نذيرا، تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് ലിൽ എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഒരു പ്രയാസം മാത്രം. അത് ലാം കസ്റ ലി, ലാം ഖമരിയ മുൽഹറ ലിൽ എന്ന് പറയാം. അല്ല ഹംസത്ത് വസ്ല് കാണാത്തത് കൊണ്ട് സുക്കൂനുള്ള ലാമായി പരിഗണിച്ച് ലാം കസ്റ ലി, ലാം സുക്കൂൻ ലിൽ അല്ലെങ്കിൽ ലാം സാക്കിന മുൽഹറ ലിൽ ആലമീന എന്നും പറയാം. അല്ലാഹു കൂടുതൽ പഠിക്കുവാനും കൃത്യമായി പാരായണം ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർത്ഥം പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വായിക്കുന്നത്. അല്ലാഹു ഫുർഖാൻ എന്ന ഗ്രന്ഥം, സത്യാസത്യ വിവേചന ഗ്രന്ഥം തൻ്റെ ദാസൻ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ചവൻ. അവൻ എത്രയോ അനുഗ്രഹപൂർണനാകുന്നു. എന്തിനാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കി കൊടുത്തത്? ലോകർക്ക് മുഴുവനും താക്കീത് ആയിട്ടാണ്. അദ്ദേഹം താക്കീതുകാരനാവണം. ഖുർആനിലൂടെ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് താക്കീത് ചെയ്യാൻ. അങ്ങനെ ഖുർആനിന്റെ താക്കീതുകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്ന താക്കീതുകളെ ഉൾക്കൊള്ളുവാനാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറാനും നമുക്ക് സാധിക്കണം. രണ്ടാം വചനം പറയുന്നത് അതാ, ഏറ്റവും വലിയ താക്കീത് അവനെ മാത്രം ആരാധിക്കണമെന്നാണ്. പക്ഷേ ഒരുപാട് ആളുകൾ അവനല്ലാത്തവരെയും ആരാധിക്കുന്നു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവനാണ് ആകാശഭൂമികളുടെ ആധിപത്യം. വലം യത്തഖിദ് വലദൻ, അവൻ സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അധികാരത്തിൽ അവന് യാതൊരു പങ്കുകാരനും ഇല്ലതാണ്. വഖലഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും അവനാ സൃഷ്ടിച്ചത്. ഫഖദ്ദറഹു തഖ്ദീറ, അതിന് അവൻ എല്ലാറ്റിനും നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്, ഓരോ നിർണയം. എന്നിട്ട് മൂന്നാമത്തെ വചനത്തിൽ പറയുന്നു, പക്ഷേ അവരിൽ അധികം ആളുകളും അവർ മിൻ ദൂനിഹി വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമേ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചു. അവയാകട്ടെ ആ ആരാധ്യന്മാർ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അവർക്ക് ഉപകാരമായോ ഉപദ്രവമായോ ഒന്നും ചെയ്യാൻ അവർക്ക് പോലും സാധ്യമല്ല. അവർക്ക് അവരുടെ മരണത്തെയോ ജീവിതത്തെയോ ഉടമപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. പുനർജന്മത്തെയും അവർക്ക് ഉടമപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ളതിനെ അഥവാ അല്ലാഹു അല്ലാത്തവയെ ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ ഉണ്ട്. അത് പാടില്ല എന്ന താക്കീത് ലോകത്തിന് നൽകാൻ വിശുദ്ധ ഖുർആനിനെ പ്രവാചകനിൽ അവതരിപ്പിച്ച അല്ലാഹു അനുഗ്രഹപൂർണനാണ്. ആ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമായ വിശുദ്ധ ഖുർആനിനെ ആദ്യാന്തം തെറ്റുകൂടാതെ വായിക്കാനും അതിലെ ആശയങ്ങൾ പഠിച്ചതിനെതിരാകാതെ ജീവിക്കുവാനും ശ്രദ്ധ വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.